ജിഷയുടെ കൊലപാതകം അന്വേഷിക്കുന്നതിന് പുതിയ അന്വേഷണ സംഘം വേണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സത്യസന്ധമായ അന്വേഷണത്തിന് വനിതാ ഐജിയോ ഡിഐജിയെയോ അന്വേഷണ ചുമതല ഏൽപ്പിക്കണമെന്നും കോടിയേരി കോട്ടയത്ത് ആവശ്യപ്പെട്ടു. കോൺഗ്രസുകാർ നടത്തിയ ആക്രമണം അത്യന്തം അപലപനീയമാണ്. ജിഷ സംഭവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരുന്ന മാധ്യമപ്രവർത്തകന്മാരുടെ വായ് മൂടിക്കെട്ടാനാണ് ഇത്തരത്തിൽ ഒരു സംഘം മാധ്യമപ്രവർത്തകന്മാരെ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇത്തരമൊരു സംഭവം നടന്നു എന്നത് വളരെ ഗൗരവമുള്ളതാണ്. ജിഷ സംഭവത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് ഗൗരവതരമായ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം അതിനകത്ത് ദുരൂഹതയുണ്ട്. ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ഒരു പ്രതി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കേസന്വേഷണം നടക്കുന്നതിന് മുമ്പ് സംഭവത്തിൽ ഒരു പ്രതി മാത്രമേ ഉള്ളൂ എന്ന് എങ്ങനെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് പറയാൻ കഴിഞ്ഞു? കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന മുഖ്യമന്ത്രി. കേസിന്റെ ഗൗരവമനുസരിച്ച് നിയമ നടപടി മുന്നോട്ടു പോകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചാൽ ജിഷയുടെ സഹോദരിക്ക് ജോലി നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ മറ്റു ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറായില്ല. അവർ കണ്ടു, അവരുടെ സ്ഥിതി വളരെ ദയനീയമായിട്ടുള്ള സംഗതിയാണ്. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് സാധ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതായിരിക്കും. ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം, ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഏക വ്യക്തി ഈ മരിച്ച സഹോദരിയാണ്. ആ സഹോദരിക്ക് ഗവൺമെൻറ് ജോലി എന്നുള്ളതാണ് ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ പൊതുപ്രവർത്തകരും ആ കുടുംബവും ആഗ്രഹിക്കുന്നതാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരത്തോടു കൂടി ഗവൺമെൻറ് കൊടുക്കുന്നതായിരിക്കും. ഔദ്യോഗിക തലത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല. ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തത് PG വിദ്യാർത്ഥി. നമ്മൾ ഈ സംഭവത്തിന്റെ ഗൗരവവും അതിന്റെ കുറ്റവാളികളെ കണ്ടെത്തലും ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അതൊന്നും ഒരു പ്രശ്നവുമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ഈ സംഭവം അറിഞ്ഞ അപ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി സീനിയർ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി അതിനുള്ള നടപടികളെടുത്തു. ഒരിക്കലുമില്ല, ഒരു പ്രശ്നവും. പെരുമ്പാവൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് ലാത്തിചാർജ്. പോലീസ് പ്രകോപനമൊന്നുമില്ലാതെ ലാത്തി വീശുകയായിരുന്നു. അതേസമയം മാധ്യമപ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണമുണ്ടായി. മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് ആക്രോശിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. മകളെ തരൂ എന്ന മുഖ്യമന്ത്രിയോട് ജിഷയുടെ അമ്മ. മറുപടി പറയാനാകാതെ മാധ്യമങ്ങളോട് കയർത്ത മുഖ്യമന്ത്രി. സ്വന്തമായിട്ട്
ഇതിനെ ഉന്നയിക്കുന്നു. ഘാതകരെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവർ ഉറക്കെ നിലവിളിക്കുകയാണ്. ഉറക്കെ പലതും വിളിച്ചു പറയുന്നത് കൊണ്ടായിരിക്കണം ഭരണകൂടവും പോലീസും ശ്രമിച്ചിരുന്നുവെങ്കിൽ ജിഷയുടെ കൊലപാതകം ഒഴിവാക്കാമായിരുന്നുവെന്ന് ഇന്നസെന്റ് എം പി. ജിഷയുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും ഇന്നസെന്റ് പറഞ്ഞു. നമ്മുടെ ഭരണം, പോലീസ് ഇവരൊക്കെ വളരെ ശുഷ്കാന്തിലൂടെ ആലോചിച്ചിരുന്നുവെങ്കിൽ എത്രയോ നേരത്തെ തന്നെ ഇതിൻ്റെ ആളുകളെ കണ്ടുപിടിക്കാമായിരുന്നു. നമുക്ക് ഈ സമയത്ത് ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ. അവരുടെ അമ്മയുടെ സങ്കടവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കാരണം അവർ LLBക്ക് ചേർന്നു, അവരൊരു വക്കീലാവും എന്ന് വിചാരിച്ചു. നമ്മളാലോചിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരി അല്ലെങ്കിൽ നമ്മുടെ മകള് ഇങ്ങനൊരു നിലയിൽ വന്നു കഴിഞ്ഞിട്ട് അവളെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് പിന്നെ ജീവിച്ചിരിക്കണമെന്ന് വരെ തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലപാടിലാണ് അവരുടെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും നമുക്ക് അതിനകത്ത് ഇപ്പോൾ ദുഃഖിക്കാൻ, അവരുടെ ജീവനൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷേ ഇനിയുള്ള അവരെയെങ്കിലും സംരക്ഷിക്കേണ്ട കടമ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾക്കാണ്. തീർച്ചയായിട്ടും അതിലൊരാൾ ഞാനുമാണ്, അല്ലാതെ ഞാൻ വേറൊന്നും ഞാനിപ്പോൾ പറയുന്നു. തിരുവനന്തപുരം പൂജപ്പുര നിർഭയ കേന്ദ്രത്തിൽ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മാർത്താണ്ഡ സ്വദേശിനിയായ 16-കാരിയെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ഇന്നലെയാണ് പാലക്കാട് നിന്നും പൂജപ്പുര നിർഭയയിൽ എത്തിച്ചത്. രാവിലെ 9 മണിയോടെയാണ് പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് നിർഭയയിലായിരുന്ന പെൺകുട്ടിയെ ഇന്നലെയാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ വർഷം ജൂണിൽ കാണാതായ 16-കാരിയെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. മാർത്താണ്ഡം സ്വദേശിയായ മാതാവ് ആവശ്യപ്പെട്ട പ്രകാരമാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇവിടെ ഉള്ള കുട്ടികളെ എല്ലാം അബ്യൂസ്ഡായിട്ടുള്ള പീഡിപ്പിക്കപ്പെട്ട കുട്ടികളാണ്. ഇവരെല്ലാം സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനമില്ല, അതിനുവേണ്ടിയുള്ള പ്രത്യേക വാഹനമില്ല. ഇവിടെ കഴിഞ്ഞ 5-6 മാസങ്ങൾക്ക് മുമ്പാണ് 2 കുട്ടികൾ ഇവിടുന്ന് ഒളിച്ചോടി പിന്നെ പോകുന്നത്. അപ്പോൾ ഇതൊരു മൈതാനത്ത് താമസിക്കുന്നതിൻ്റെ പ്രതീതിയാണ് ഈ സെൻട്രലിൽ താമസിക്കുന്നത്. പൂജപ്പുര നിർഭയയിൽ ആവശ്യത്തിന് സുരക്ഷയില്ലെന്ന പരാതി നേരത്തെ ഉയർന്നിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് 2 പെൺകുട്ടികളെ ഇവിടെ നിന്നും കാണാതായ സംഭവത്തിലെ അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിൽ പെൺകുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള കേന്ദ്രങ്ങളാണ് നിർഭയ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷയുടെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കുറ്റം സമ്മതിച്ചില്ല. ഇയാൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ്. പിടികൂടിയ ആളെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവരില്ല. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വിവരങ്ങൾ. അഞ്ചു, ജിഷ കൊലക്കേസിൽ പ്രതിയെ ഉടൻ പിടികൂടാനുള്ള സാധ്യത മങ്ങുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്തവർ പ്രതികളല്ലെന്ന കണ്ടെത്തലാണ് പോലീസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിൽ ഇവരിൽ നിന്ന് തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല. യഥാർത്ഥ പ്രതിയെക്കുറിച്ച് ഇപ്പോഴും ഒരു സൂചനയും ലഭിക്കാത്തതിനെ തുടർന്ന് അന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണ്. ജിഷ കൊലക്കേസിൽ പ്രതികളെ അയൽവാസികളായ 3 പേരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. എന്നാൽ ഇവർക്ക് കൊലപാതകത്തിൽ പങ്കില്ല എന്ന ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞു. ഈ സാഹചര്യത്തിൽ പ്രതിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. തെളിവുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുക എന്നത് പോലീസിന് ശ്രമകരമായിരിക്കുകയാണ്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇനി പോലീസിന് മുന്നിലുള്ള ഒരു വഴി. കുറ്റകൃത്യം നടന്ന മണിക്കൂറുകളിൽ ജിഷയുടെ വീടിനടുത്തുള്ള മൊബൈൽ ടവറുകളിൽ വന്ന ഫോൺ കോൾ ഡീറ്റെയിൽ പരിശോധിച്ച് അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കും. ഇത് ഏറെ ശ്രമകരവും ദൈർഘ്യമേറിയതുമായ അന്വേഷണ പ്രക്രിയയാണെന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിനാൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ ഇനിയും ദിവസങ്ങൾ എടുത്തേക്കും. കൊലപാതക കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിനുണ്ടായ ജാഗ്രത കുറവാണ് അന്വേഷണത്തിൽ ഇപ്പോൾ പോലീസിന് തിരിച്ചടിയായിരിക്കുന്നത്. മഞ്ജു. ഉമേഷ്, പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നൊരു അവകാശവാദവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസിനെ സംരക്ഷിക്കാനുള്ള ഒരു ഇടപെടൽ അതാണോ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? തീർച്ചയായും പോലീസിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ തന്നെയായിരിക്കും ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അത് സ്വാഭാവികമാണ്. എങ്കിൽ തന്നെയും ഇത് പോലീസിന്റെ വീഴ്ചയായി തന്നെ കാണേണ്ടി വരും. കാരണം ഈ സംഭവം നടന്നത് ഏപ്രിൽ 28-ാം തീയതി ആണെങ്കിലും 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് അന്വേഷണം ശരിയായ രീതിയിൽ തന്നെ ആരംഭിച്ചത് തന്നെ.
അപ്പോഴേക്കും ഇതിന്റെ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കും. പ്രതി കടന്നു കളയുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുത്തേക്കും. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പോലീസ് കുഴങ്ങുന്ന ഒരു അവസ്ഥയാണ്. പ്രതിയെ ഉടൻ പിടികൂടുമെന്ന അവകാശവാദമാണ് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും നൽകിയതെങ്കിലും യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് നമുക്ക് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോഴും യഥാർത്ഥ പ്രതിയെക്കുറിച്ച് പോലീസിന് ഒരു തുമ്പും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. തീർച്ചയായും ഉമേഷ്, അതുതന്നെയാണ്. സംഭവം നടന്ന 7 ദിവസം പിന്നിടുന്നു. ഇതുവരെയും ഒരു പ്രതിയെ ആര് എന്നുള്ള നിലയിലേക്ക് എത്താൻ പോലും പോലീസിന് ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ അന്വേഷണത്തിൽ ആരും തൃപ്തരുമല്ല. അത്തരത്തിലുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഇനി മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം മാറ്റാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമോ? അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? മറ്റൊരു ഏജൻസിയെ അന്വേഷിച്ചാൽ തന്നെയും ഇതുപോലെ അന്വേഷണം വഴിമുട്ടുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും അല്ലെങ്കിൽ തെളിവുകളും എല്ലാമാണ് പുതിയ അന്വേഷണ ഏജൻസിക്ക് നിലവിലെ അന്വേഷണ സംഘം കൈമാറേണ്ടത്. എന്നാൽ ഇത്രയും ദിവസങ്ങളായിട്ടും അത്തരത്തിൽ കൈമാറാനായി പ്രത്യേകിച്ച ഒരു വിവരങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ ഒന്നും തന്നെ പോലീസിന്റെ പക്കലില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു ഏജൻസി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കാര്യമാത്ര പ്രസക്തമായി ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. പുതിയ ഏജൻസി അന്വേഷിച്ചാലും ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആദ്യം മുതൽ വീണ്ടും തുടങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ഏജൻസി എന്നുള്ളത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രസ്താവന മാത്രമായിരിക്കും സർക്കാർ അത്തരത്തിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തന്നെയും. ഉമേഷ്, ലൈംഗിക അതിക്രമം എന്നതിലപ്പുറം മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മുൻവൈരാഗ്യം നിലനിൽക്കുന്ന ഒരു സംശയം ഉയർന്നിരുന്നു. അത്തരത്തിൽ കൂടി അന്വേഷണം നീങ്ങുന്നുണ്ടോ? ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ആ രീതിയിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. പ്രത്യേകിച്ചും അയൽവാസികളുടെയും മറ്റും മൊഴികൾ പരിശോധിച്ചിരുന്നു. എന്നാൽ ഇവരോട് അങ്ങനെ അത്തരത്തിൽ വലിയ ഒരു തരത്തിലുള്ള വൈരാഗ്യം ആർക്കും ഉണ്ടായിരുന്നതായി പോലീസിന് ഇതുവരെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെയും കൂടുതൽ മൊഴികളും കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യവും ഇനിയും അവശേഷിക്കുന്നു. അത്തരത്തിൽ ഇനിയും എന്തെങ്കിലും തെളിവുകൾ വരികയാണെങ്കിൽ ആ രീതിയിൽ അന്വേഷണം പോയേക്കും. വ്യക്തമാണ്. കെ മുമേഷാണ് വിവരങ്ങൾ നൽകിയത്. ജൈവ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാൻ ജനങ്ങൾക്ക് പ്രേരണ നൽകി കോട്ടയം കല്ലറയിലെ CPIM പ്രവർത്തകർ 1.5 ഏക്കർ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്നതിന് പുറമെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനെത്തുന്നവരോട് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള സന്ദേശം കൂടിയാണ് പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ നൽകുന്നത്. പയറും പടവലവും വെള്ളരിയും ചീരയും വഴുതനയും പച്ചമുളകും ഒക്കെ ഒരേക്കർ ഭൂമിയിൽ വിളഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണിത്. കോട്ടയം കല്ലറയിലെ CPIM ടൗൺ കുരിശുപള്ളി ബ്രാഞ്ച് കമ്മിറ്റിയാണ് പാട്ടത്തിനടുത്ത ഭൂമിയിൽ കൃഷി ഇറക്കിയിട്ടുള്ളത്. പൂർണ്ണമായും വിഷരഹിത പച്ചക്കറി കൃഷിത്തോട്ടമാണിതെന്ന് പറയാം. ഗോമൂത്രം, ചാണകം, കടലപ്പിണ്ണാക്ക് എന്നിവയ്ക്ക് പുറമെ ജൈവ കീടനാശിനിയും മീൻവളവുമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. KV ഗോപാലകൃഷ്ണൻ, സജിമോൻ ജോർജ്, KT സുഗണൻ, A മാത്യു, അഡ്വക്കേറ്റ് ജിതീഷ്, P പ്രസാദ് എന്നിവരാണ് ഈ ജൈവ കൃഷിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ. നമ്മളിപ്പോൾ ഇതിൽ നിന്നൊരു ആദായം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമല്ല ഞങ്ങൾക്കുള്ളത്. അതായത് ഞങ്ങൾ ഈ ജൈവ കൃഷി ചെയ്ത് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ജനത്തിന് ഇങ്ങനെ കൃഷി ചെയ്തെന്നാൽ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കുക. പൊതുവിപണിയിൽ പച്ചക്കറി വില കുതിച്ചുയരുമ്പോഴും കൃഷിത്തോട്ടത്തോട് ചേർന്നുള്ള വിൽപ്പന കേന്ദ്രത്തിൽ നിശ്ചിത വില മാത്രമാണ് ഇവർ ഈടാക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വിളവെടുപ്പ് നടത്തി മണിക്കൂറുകൾക്കകം തന്നെ പച്ചക്കറി വിറ്റഴിക്കുകയാണ് പതിവ്. മുളക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ജൈവ പച്ചക്കറി സ്റ്റാളിലേക്കും ഇവിടെ നിന്ന് പച്ചക്കറി നൽകി വരുന്നു. ആദായം മാത്രം ലക്ഷ്യമിട്ടല്ല ഈ 1.5 ഏക്കറിൽ കൃഷി നടത്തുന്നത്. പകരം എല്ലാവരും കാർഷിക മേഖലയിലേക്ക് എത്തിപ്പെടട്ടെ എന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ നൽകുന്നത്. കല്ലറയിൽ നിന്നും ക്യാമറമാൻ സംജിത്ത് ആർ പുക്കരയോടൊപ്പം TP പ്രശാന്ത്.